കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും അതോടൊപ്പം തന്നെ UDF-നെ സംബന്ധിച്ചിട്ടും ഈ കനകുലുവിന്റെ അഡ്വൈസ് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വളരെ പച്ചയായിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കേരളത്തിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. പുകമറകളെ തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. നേതാക്കന്മാരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് കൃത്യമായിട്ട് അവരുടെ ആലോചന യോഗം കൂടിക്കഴിഞ്ഞാൽ തന്നെ ഈ കേരളത്തിലെ ഭരണം തന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും. കോൺഗ്രസിന്റെ ശക്തി തിരിച്ചറിയുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. കോൺഗ്രസും മുസ്ലിം ലീഗും കൂടെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ശക്തമായിട്ട് ക്യാമ്പയിനുകൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് കോൺഗ്രസ് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. സുനിൽ കനകുലു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അയാൾ പറയുന്ന ഡാറ്റയും ശരിയല്ല, അയാൾ പറയുന്ന തന്ത്രങ്ങളും ഈ കേരളത്തിൽ ഏശാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമസ്കാരം. സുനിൽ കനകുലു എന്ന് പറയുന്നത് UDF-ന്റെ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ മെനയുന്നത് കനകുലു ആണെന്നാണ് പൊതുവെയുള്ള ഒരു പറച്ചില്, അല്ലെങ്കിൽ അങ്ങനെയാണ് കാണുന്നത്. UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് രീതികളെ ക്രമീകരിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കനകുലു എന്നാണ് പറയുന്നത്. UDF-ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കനകുലുവിന് കഴിയുമോ? കനകുലു നേട്ടം ഉണ്ടാക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കനകുലുവിനെ സംബന്ധിച്ചിട്ട് കനകുലുവിന്റെ പോക്കറ്റിൽ കുറച്ച് കാശൊക്കെ വീഴാനുള്ള സർവ്വ സാധ്യതകളും ഉണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും അതോടൊപ്പം തന്നെ UDF-നെ സംബന്ധിച്ചിട്ടും ഈ കനകുലുവിന്റെ അഡ്വൈസ് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വളരെ പച്ചയായിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തെ രാഷ്ട്രീയമല്ല കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കർണാടകയിലെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം. തെലങ്കാനയിലെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം. കേരളത്തിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. അത് പ്രാദേശികമായിട്ട്, അതായത് ചായക്കടകളിൽ ഇരുന്ന് പോലും രാഷ്ട്രീയം സംസാരിക്കുന്ന രാഷ്ട്രീയ അവബോധമുള്ള ആളുകളുടെ നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൽ സുനിൽ കനകുലുവിന്റെ തന്ത്രങ്ങൾ, അതായത് ഗൂഗിൾ തന്ത്രങ്ങൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ സുനിൽ കനകുലുവോ അവരുടെ ടീമിൽപ്പെട്ട ആളുകളോ ഈ കേരളത്തിൽ വരികയും കേരളത്തിലെ സാധാരണക്കാരുമായിട്ട് സംവദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അവരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ടോ കണ്ടറിഞ്ഞുകൊണ്ടോ രൂപപ്പെടുത്തുന്ന ഒരു ആശയമൊന്നുമല്ല. എങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് എത്തിക്കാം എന്നുള്ള കുറച്ച് കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ടത് പുകമറകളെ തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ ഗിമ്മിക്കുകൾ കൊണ്ട് ഒന്നും നടക്കത്തില്ല. ഇവിടെ ഓരോ സമയത്തും ഇലക്ഷന് തൊട്ട് മുമ്പുണ്ടാവുന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഇലക്ഷനെ അത് സ്വാധീനിക്കുക. കാരണം അതല്ലാതെ കണ്ടിപ്പോൾ സുനിൽ കനകുലു വന്നിട്ട് കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ പല പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വാർഡുകളിലും ഇപ്പോൾ ത്രിതല പഞ്ചായത്താണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ വാർഡിലും എത്ര ക്രിസ്ത്യാനിയുണ്ട്, എത്ര നായരുണ്ട്, എത്ര ഈഴവരുണ്ട്, എത്ര മുസ്ലിമുണ്ട് എന്ന രീതിയിലൊക്കെ കണക്കെടുത്ത് ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ വേണം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ എന്നൊക്കെയുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ UDF-ന്റെ MLA-മാരെല്ലാം ഒന്നിൽ കൂടുതൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേസ്ബുക്കിനും യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിനും ഒക്കെ കൂടുതൽ പ്രചരണം കൊടുക്കാനായിട്ട് ഈ സുനിൽ കനകുലുവിന്റെ തന്ത്രങ്ങൾ ഉപകരിച്ചേക്കാം. അതിനപ്പുറത്ത് ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഇപ്പോൾ നമ്മുടെ വാർഡിൽ നിൽക്കുന്ന ഒരു പരസഹായിയായിട്ടുള്ള, നമ്മൾക്കൊക്കെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരാൾക്കായിരിക്കുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുക. അതല്ല നമ്മുടെയൊക്കെ മതത്തിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുമോ? ആർക്കായിരിക്കും വോട്ട് ചെയ്യുക? നല്ലതാരാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളാരാണോ അവർക്ക് വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു തന്ത്രം കോൺഗ്രസിന് അറിയാലോ. കോൺഗ്രസിന്റെ ഓരോ ബൂത്ത് തലത്തിലിരിക്കുന്ന പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ എത്ര വർഷങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് ഏജന്റുമാരായിട്ട് ബൂത്തിലും ഒക്കെ ഇരുന്നിട്ടുള്ള ആളുകളാണെന്നേ. അവർക്കറിയാവുന്ന അത്രയും വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രമൊന്നും സുനിൽ കനകുലുവിന് അറിയത്തില്ല. ഈ ബൂത്ത് കമ്മിറ്റി ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ ഈ മണ്ഡല കമ്മിറ്റി ഭാരവാഹികളെയും ഒക്കെ അവരെ വിശ്വാസത്തിലെടുത്താൽ മാത്രം മതി കോൺഗ്രസ് അല്ലെങ്കിൽ UDF. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിട്ട് UDF-ന് ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. സുനിൽ കനകുലുവിനെ സംബന്ധിച്ചിട്ട് അത് ഗൂഗിളിൽ ഇരുന്ന് സെർച്ച് ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ്. ആ പരിപാടിക്ക് എത്രത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവരമുള്ള ഒരാളും പറയത്തില്ല സുനിൽ കനകുലു വന്നു അതുകൊണ്ട് കേരളം ഉണർന്നു എന്നൊക്കെ. അതിന് വെറും ഒരു വാർത്ത മാത്രമാണ്. UDF ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കുക, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക. അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ആര് വന്നിരിക്കുന്നത്, കനകുലു വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനാണ്. ഇതിപ്പോ മോഹൻലാൽ സിനിമയിൽ പറയുന്ന മാതിരിയാണ്, ഉപദേശം നല്ലതാണ് വർമ്മ സാറേ, പക്ഷെ അതല്ലല്ലോ ഇത് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ടെന്നേ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സുനിൽ കനകുലു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന 5-10 സീറ്റ് ഏതെങ്കിലുമൊക്കെ പ്രാഞ്ചിയേട്ടന്മാർക്ക് വിറ്റ് കാശ് കീശയിലാക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു അജണ്ടയും അദ്ദേഹത്തിനില്ലാന്ന് ഞാൻ പറഞ്ഞതാണ്. അതിനുശേഷമാണ് അവരുടെ കുറേയധികം ടീമുകൾ കേരളത്തിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ.
അവരുടെ വിദ്യാസം എവിടെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരിതിനു മുമ്പ് മറ്റു പല ഏജൻസികളെയും സബ് ഏജൻസികളെയും ഒക്കെ ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമീപിച്ചിരുന്നു. പക്ഷേ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ തുടർന്ന് ആ സബ് ഏജൻസികൾ, അതായത് ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന ഏജൻസികൾ, ഇവരുമായിട്ടുള്ള ധാരണയിൽ നിന്നൊക്കെ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പരാജിതനായിട്ട് നിൽക്കുന്ന, ഡാറ്റ ഇല്ലാതെ നിൽക്കുന്ന സുനിൽ കനകുലു ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നും UDF നേതാക്കന്മാരിൽ നിന്നും പണം അടിച്ചു മാറ്റുക എന്ന ഒരു മിനിമം പരിപാടിക്ക് അപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ, അല്ലെങ്കിൽ VD സതീശന്റെ, അതല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ, MM ഹസന്റെ, K മുരളീധരന്റെ, പിന്നെ ഈ പറഞ്ഞ പന്തളം സുധാകരൻ, ഈ എറണാകുളത്തുള്ള N വേണുഗോപാൽ, അജയ് തറയിൽ, ജോസഫ് വാഴക്കൻ, ഇങ്ങനെയുള്ള കുറെ പുലികളുണ്ട് കോൺഗ്രസിനകത്ത്. ഇവർക്കൊക്കെ അറിയാൻ പാടില്ലാത്ത എന്ത് ഇലക്ഷൻ മാനേജ്മെന്റ് ആണ് സുനിൽ കനകുലൂടെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? ഈ നേതാക്കന്മാരെയൊക്കെ ഒന്ന് വിശ്വാസത്തിലെടുത്താൽ മതി. ആ നേതാക്കന്മാരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് കൃത്യമായിട്ട് അവരുടെ ആലോചന യോഗം കൂടിക്കഴിഞ്ഞാൽ തന്നെ ഈ കേരളത്തിലെ ഭരണം തന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള ശേഷി അവർക്കിടയിൽ തന്നെ ഉണ്ട്, UDF-നകത്ത് തന്നെ ഉണ്ട്. അവരിങ്ങനെ ഇതിന് ശേഷിയുള്ള നേതാക്കന്മാരെ, ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാരെ ഒക്കെ ഇവരിങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ട്. ശരത്ചന്ദ്ര പ്രസാദിനൊന്നും നിസ്സാരക്കാരനായിട്ട് കാണാൻ പറ്റത്തില്ല. പന്തളം സുധാകരൻ നിസ്സാരനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ പ്രായമായിരിക്കാം, പക്ഷെ എങ്കിൽ തന്നെയും ഇവരുടെയൊക്കെ ആ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, അതാണ് പണ്ടൊക്കെ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അന്ന് കോൺഗ്രസിന് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് K കരുണാകരൻ, ഉമ്മൻചാണ്ടി, AK ആന്റണി അങ്ങനെയുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഇന്നും എന്താ നേതാക്കന്മാർക്ക് വല്ല കുറവുണ്ടോ? നേതാക്കന്മാർക്ക് കുറവുണ്ടായിട്ടല്ല, പരസ്പരം തമ്മിലടിക്കുന്നതിന്റെ പ്രശ്നം മാത്രമാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, സോഷ്യൽ മീഡിയയിലൂടെ സുനിൽ കനകുലു നൽകുന്ന അഡ്വൈസിലൂടെയൊന്നും UDF-ന് ത്രിതല പഞ്ചായത്തിൽ തിരിച്ചു വരാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മറിച്ച് കൃത്യമായ പ്രവർത്തനങ്ങൾ, ചിട്ടയായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നുണ്ട്. ഇപ്പൊ വീണ്ടും അഭിമുഖീകരിക്കാൻ പോകുന്ന മറ്റൊരു പ്രശ്നമാണ്, കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ പോകുന്ന അടുത്ത പ്രശ്നമാണ്, ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഒക്കെ എല്ലാ വാർഡുകളിലും പോയി ആരുടെ വോട്ട് വെട്ടണം, ആരെ ചേർക്കണം, 18 വയസ്സ് കഴിഞ്ഞ് എത്ര പേരുണ്ട്, അവരുടെ വീട്ടിൽ എത്ര പേരുണ്ട്, ഇവരുടെ വീട്ടിൽ എത്ര പേരുണ്ട്, ഇങ്ങനെയുള്ള കൃത്യമായ ഒരു പഠനമൊക്കെ നടത്തി വോട്ട് ചേർക്കേണ്ടവരുടെ വോട്ട് ചേർക്കുകയും വോട്ട് വെട്ടേണ്ടവരുടെ വോട്ട് വെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാർഡിൽ മത്സരിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയുമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി UDF-നകത്തൊരു സീറ്റ് ചർച്ചയുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഉറപ്പായ ഒരു വാർഡില് ഈ ഘടകകക്ഷി സമവാക്യത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു ഘടകകക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥി ആ വാർഡിലേക്ക് മത്സരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഘടകകക്ഷിക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഒരു വാർഡിൽ ആ ഘടകകക്ഷികളുടെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരം ആ നാട്ടുകാർക്ക് ആർക്കും പരിചിതനല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? അവിടെ എന്താ സംഭവിക്കുക? അവിടെ കോൺഗ്രസിന് മറ്റൊരു റിബൽ സ്ഥാനാർത്ഥിയെ ആയിരിക്കും വരിക. കോൺഗ്രസിന്റെ ശക്തി തിരിച്ചറിയുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പോലും നോക്കാത്ത ആളുകളാണ് കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു നിലയിലേക്ക് പോകണം. ഇന്നിപ്പോ മാതൃഭൂമി പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോൺഗ്രസിനകത്തെ അല്ലെങ്കിൽ UDF-നകത്തെ ചെറിയ ചെറിയ ഘടകകക്ഷികൾ പോലും കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചെങ്കിൽ, കാരണം സ്ഥാനാർത്ഥികളെ തപ്പി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരെ UDF ആക്ച്വലി അല്ലെങ്കിൽ UDF-ലെ ആളുകൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അത് മൈൻഡ് ചെയ്തല്ലേ പോകാൻ പറ്റുള്ളൂ. കാരണം ഘടകകക്ഷി മര്യാദ പാലിക്കണമല്ലോ. അല്ല, ജയിച്ചില്ലെങ്കിൽ പിന്നെ പരിഗണിച്ചതുകൊണ്ട്. കാരണം ഇന്നിപ്പോ ഞാൻ പറയാം, മാതൃഭൂമിയുടെ ഒരു വാർത്തയാണ്. മാതൃഭൂമിയുടെ വാർത്തയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർവേഡ് ബ്ലോക്കിന്റെ സംഘടനാ സംസ്ഥാന തലത്തിലൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും എന്നാണ് G ദേവരാജൻ പറഞ്ഞിരിക്കുന്നത്. ഫോർവേഡ് ബ്ലോക്കിന്റെ സീറ്റ് ഉണ്ടായിരുന്ന കാര്യം അടുത്താണ് കുറച്ചുപേരെങ്കിലും അറിഞ്ഞിട്ടുള്ളത്. അല്ല, ഫോർവേഡ് ബ്ലോക്കിന്റെ എന്ത് സംഘടനാ സംവിധാനമാണ് കേരളത്തിലുള്ളത്? അതുപോലെ തന്നെ കേരള പ്രവാസി അസോസിയേഷൻ അതും പറഞ്ഞിരിക്കുകയാണ്. കാരണം അവർക്കും കുറച്ചുകൂടി കൂടുതൽ സീറ്റുകൾ ആവശ്യമുണ്ടെന്ന്. പാർട്ടിയിൽ എന്ത് സീറ്റ്? ഇവിടെയാണ് കോൺഗ്രസ് ലീഡർഷിപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറോ K കരുണാകരനോ AK ആന്റണിയോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കോൺഗ്രസ് ആയിരുന്നു UDF-നെ നയിച്ചിരുന്നത്, ഘടകകക്ഷികളായിരുന്നില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും, K കരുണാകരൻ, AK ആന്റണി, KM മാണി, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പിന്നെ TM ജേക്കബ്, R ബാലകൃഷ്ണപിള്ള, ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു ആ UDF സംവിധാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇന്നിപ്പോ അവിടെയും ഇവിടെയും കിടക്കുന്ന ആളുകളെയൊക്കെ വിളിച്ച് UDF-ന്റെ ഘടകകക്ഷിയാക്കി മാറ്റിയതിനു ശേഷം സുനിൽ കനകുലുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്തിൽ നേട്ടമുണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? സുനിൽ കനകുലു ആദ്യം അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും ഈ ആളില്ലാത്ത ഘടകകക്ഷികളെയൊക്കെ പിരിച്ചുവിട്ടിട്ട് കോൺഗ്രസ് അതിന്റെ ശക്തി തിരിച്ചറിയണമെന്ന്. പലപ്പോഴും നമ്മൾ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സാണ് നമ്മുടെ ശക്തി എന്ന്. നമ്മുടെ മനസ്സ് വിചാരിച്ചാൽ ഈ ലോകത്ത് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കോൺഗ്രസ് വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല.
പക്ഷെ അതിനെ നശിപ്പിക്കുന്നത് അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന സ്വാർത്ഥ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന കുറെ ആളുകളും ആളില്ലാത്ത ചെറിയ ചില ഘടകകക്ഷികളുടെ നേതാക്കന്മാരുടെ കൊള്ളരുതായ്മയുമാണ്. മറിച്ച് ഈ പറയുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും കൂടെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ശക്തമായിട്ട് ക്യാമ്പയിനുകൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് കോൺഗ്രസ് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇപ്പൊ സുനിൽ കനകലുവിനെ സംബന്ധിച്ചിട്ട് അയാളൊരു ഇലക്ഷൻ മാനേജർ അല്ല, അയാളൊരു ക്യാമ്പയിൻ എക്സ്പേർട്ടറാണ്. ക്യാമ്പയിൻ എക്സ്പേർട്ടർ എന്ന് പറഞ്ഞാൽ വലിയൊരു റാലി സംഘടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര പോലെയുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കും. പുതിയ പുതിയ പരിപാടികൾ, ഈവന്റുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിനപ്പുറത്തേക്ക് താഴെ തട്ടിലുള്ള ആളുകളുടെ വോട്ട് കളക്ട് ചെയ്യുവാൻ സാധിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദ്ധതികൾ നിർദ്ദേശിക്കാനോ സുനിൽ കനകലുവിന് സാധിക്കത്തില്ല. ഇപ്പൊ തെലങ്കാനയിൽ കോൺഗ്രസിന് വൻ വിജയം സമ്മാനിച്ചത് സുനിൽ കനകലുവാണ് എന്ന് പറയുന്നു. അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? ചന്ദ്രശേഖർ റാവുവിന്റെ BRS, ഈ BRS അവിടെ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരുന്നത്, കൊള്ളയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ കൊള്ളയ്ക്കെതിരെ അവിടെ ആളുകൾ BRSനെ വെറുത്തിരുന്നു. ഈ ചന്ദ്രശേഖർ റാവുവിനെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് ഇറക്കി വിടണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും സുനിൽ കനകലു അവിടെ എന്താണ് ചെയ്തത്? സുനിൽ കനകലു അവിടെ ഒന്നും ചെയ്തില്ല. ശിക്കാരി ശംഭുവിനെ കിട്ടിയത് മാതിരിയാണ്. അറിയാതെ ചക്ക പുലിയുടെ തലയിലേക്ക് വീഴുന്നു, പുലി ചാവുന്നു. ശിക്കാരി ശംഭു ആ പുലിയെ എടുത്ത് തോളത്ത് വെച്ചിട്ട് വന്നിട്ട് പറയുന്നു, ഞാനാണ് ഈ പുലിയെ വെടിവെച്ചതെന്ന്. ഇപ്പൊ വീണ്ടും തെലങ്കാനയിലെ അവസ്ഥ എന്താണ്? തെലങ്കാനയിൽ ഡോക്ടർമാർ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് വരെ ഇത്ര ലക്ഷം രൂപ ഒരു മാസം പിരിച്ച് പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പോകണ്ടെന്നേ. ജനങ്ങൾ ഈ തെലങ്കാനയിലെ അഴിമതിയിൽ മനമെടുത്തിരിക്കുകയാണ്. അവിടെ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഒരുങ്ങുകയാണ് BRS. ഈ ചന്ദ്രശേഖർ റാവുവിന്റെ മകൻ KT രാമറാവു വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവിടെ അധികാരം നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സുനിൽ കനകലുവിനെ വിശ്വസിച്ചുകൊണ്ട്, സുനിൽ കനകലുവിന്റെ ഗൂഗിൾ തന്ത്രങ്ങൾ കൊണ്ട് കേരളത്തിലെ ഭരണം പിടിക്കാമെന്ന് UDF തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും അടിസ്ഥാനപരമാണ്. കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത്, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ചെയ്യേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരെ വിശ്വാസത്തിലെടുത്താൽ മാത്രമേ, അവരുടെ ശക്തി കൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ മുന്നണിക്ക് UDFനെ തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുനിൽ കനകലു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അയാൾ പറയുന്ന ഡാറ്റയും ശരിയല്ല, അയാൾ പറയുന്ന തന്ത്രങ്ങളും ഈ കേരളത്തിൽ ഏശാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.